ഇൻവെർട്ടർ സംവിധാനമില്ലാത്ത ചെറുകിട ഹോട്ടൽ വ്യാപാരികൾക്കും വലിയ തിരിച്ചടിയാണ് ഈ പവർ കട്ട്. അരമണിക്കൂർ നേരത്തെ പവർ കട്ട് മൂലം വലിയ സാമ്പത്തിക നഷ്ടവും ചെറുകിട വ്യാപാരികൾക്ക് സംഭവിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നും സിനോസ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അല്ല, ഇതാരാ ഈ വാർത്ത വായിക്കുന്നത്? ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയമാണല്ലോ ഉള്ളത്. ഇതല്ലേ, ഇതയാളല്ലേ? സ്മൃതി പരുത്തിക്കുരു അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാട്. അഹോരാത്രം സതീശന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സതീശനാദി, അതല്ലേ ഇത്? അത് തന്നെയാണല്ലേ ഇത്? ഈ സതീശനാദിയാണ് അല്ലെങ്കിൽ സ്മൃതീശനാദിയാണ് പണ്ട് പിണറായി വിജയൻ സഖാവ് ഇവിടെ ഇരിക്കുന്ന സമയം 10 വർഷങ്ങൾ പവർ കിട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന് പിണറായി വിജയനും ഇടതുപക്ഷവുമൊക്കെ അവകാശവാദം ഉന്നയിച്ചിരുന്ന ഒരു കാര്യത്തിനെ ഇതാണോ 10 വർഷങ്ങൾ അല്ലെ പവർ കിട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന് പിണറായി വിജയനും സംഘവും പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് രംഗത്തേക്ക് നമ്മൾ കണ്ടതാണ്. എന്നാണ് 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2014 അധികാരത്തിൽ കയറി 2026 ആയ സമയത്ത് ചെറിയ ഒരു 10 മിനിറ്റ്, കൂടിപ്പോയാൽ 10 മിനിറ്റ്, ആ ഒരു സമയം മാത്രം ഒരു പവർ കട്ട് എന്ന് പറയുന്ന സാധനം വന്നു. അത് എന്തുകൊണ്ടുണ്ടായി, എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചോറ് തിന്ന് ജീവിക്കുന്ന തലയിൽ ആൾതാമസമുള്ള ആളുകൾക്കറിയാം. വേനലിന്റെ ഏറ്റവും കാഠിന്യം കൂടിയ സമയങ്ങളായിരുന്നു നമ്മൾ ഈ കണ്ട 2026 അല്ലെ 2025 ആ ബാക്കി ഭാഗങ്ങളിൽ അല്ലെ ബാക്കി സമയങ്ങളിൽ. ആ സമയങ്ങളിൽ പോലും, അത്രയും ചൂടിന്റെ തീവ്രത കൂടി നിൽക്കുന്ന സമയങ്ങളിൽ പോലും കറണ്ട് കെട്ട് അല്ലെങ്കിൽ പവർ കട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി അവർ തീരുമാനിച്ചിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല. എന്നാൽ നിർബന്ധിതമായിട്ട് അവർക്ക് പവർ കട്ട് വെച്ചേ പറ്റുള്ളൂ. കാരണം നമ്മുടെ യൂസേജ് കൂടുന്നു, ഡാമുകളിലെ വെള്ളത്തിന്റെ ലഭ്യത കുറയുന്നു, തോടുകളായിക്കോട്ടെ ആറുകളായിക്കോട്ടെ എല്ലായിടത്തെയും വെള്ളത്തിന്റെ ലഭ്യത കുറയുന്നു. എന്തിനേറെ പറയുന്നു, എല്ലാവരുടെയും വീടുകളിലെ കിണറ്റിലെ വെള്ളം വരെ വറ്റി തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അത്തരം സാഹചര്യത്തിൽ, മഴ എന്ന് പറയുന്നൊരു സാധനം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു 10 മിനിറ്റ് പവർ കട്ട് വന്നപ്പോൾ എന്തൊരു കരച്ചിലായിരുന്നു. ഈ സ്മൃതിയാണ് ആദ്യം മുന്നിൽ കയറിയെന്ന് കരഞ്ഞത് അല്ലേ? സ്മൃതി എന്താ പറഞ്ഞത്? ഇതാണോ പിണറായി വിജയ നിങ്ങളുടെ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന്? ഈ ചോദ്യമായിരുന്നു സ്മൃതി ഉന്നയിച്ചത്. കേരളത്തിനെ ഇരുട്ടിൽ നിർത്തുന്നോന്നായിരുന്നു സ്മൃതിയുടെ ചോദ്യം. അത് 1ഉം 2ഉം തവണയൊന്നും അല്ല സ്മൃതി ചോദിച്ചത്. സ്മൃതി എല്ലാ ദിവസവും ചാനലുകളിൽ ചർച്ചകളിൽ അന്തിച്ചർച്ചകളിലേക്ക് കുറെ ആളുകളെ വിളിച്ചിരുത്തുകയും എല്ലാ ദിവസവും രാത്രിയും രാവിലെയും ക്യാപ്സ്യൂൾ പോലെ ഇങ്ങനെ സതീശനാദികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിരുന്നു. അങ്ങനെ പണിയെടുത്തിട്ട് എന്താ ഉണ്ടായത്? പിണറായി വിരുദ്ധത പരത്താൻ വേണ്ടിയിട്ടും അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു സഹായകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊങ്ങികൾക്ക് ഇവള് ഒരു പരിപാടി ഒപ്പിച്ചു കൊടുത്തു. അങ്ങനെ പണിയെടുത്തിട്ട് ഇന്ന് ഇതേ സ്മൃതി പറയുകയാണ്, ചെറുകിട കച്ചവടം നടത്തുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ചെറിയ തട്ടുകടകളൊക്കെ ഇട്ട് നടത്തുന്ന ആളുകൾക്കോ വലിയ ഷോപ്പുകൾക്കോ പോലും ഒരു ഇൻവെർട്ടർ പോലും ഇല്ലാതെ ഉള്ള ആളുകൾക്ക് പോലും ജീവിക്കാൻ സാധിക്കുന്നില്ല. ഇനി ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ എത്ര നേരം ജീവിക്കാൻ പറ്റും? എത്ര നേരമാണ് പവർ കട്ട്? എത്ര നേരമാണ് പവർ കട്ടല്ലല്ലോ, ഇന്ദിരാഘട്ടാണല്ലോ. എത്ര നേരമാണ് ഈ ഇന്ദിരാഘട്ട് നിലനിൽക്കുന്നത്? ഒന്നും നമുക്കറിയില്ല. എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു നമുക്കറിയില്ല. എന്താണോ 2016 മുൻപുണ്ടായിരുന്നത് അതേ കേരളത്തിനെ ഇവർ വാർത്തെടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ പഴയ വിൻറ്റേജ് മോഡൽ വണ്ടികൾ എന്നൊക്കെ പറയുന്ന പോലെ, വിൻറ്റേജ് മോഡൽ ഡ്രസ്സ് എന്നൊക്കെ പറയുന്ന പോലെ, വിൻറ്റേജ് ഫാഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വിൻറ്റേജിലേക്ക് തന്നെ തിരികെ പോകാനായിട്ട് ശ്രമിക്കുകയാണോ നമ്മളുടെ പൂക്കികൾ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ സംശയം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. പണ്ട് 2016 മുൻപും 2016 വരെയുള്ള സമയങ്ങളിൽ എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? എല്ലാ വീടുകളിലും മണ്ണെണ്ണ വിളക്ക്, മെഴുകുതിരി, എല്ലാ സാധനങ്ങളും സ്റ്റോക്കായിരുന്നു. കെട്ടിനെ മേടിച്ചു വെക്കും. മണ്ണെണ്ണ എന്ന് പറയുന്നത് ലിറ്റർ കണക്കിന് കിട്ടുന്നത്രയും മാക്സിമം മേടിച്ചു വെക്കും. ഒരു കുടുംബത്തിൽ കിട്ടുന്നതിൻ്റെ അളവിലുള്ള അത്രയും മണ്ണെണ്ണ മേടിച്ചു വെക്കും. മണ്ണെണ്ണയും കിട്ടാനില്ല, അങ്ങനത്തെ ഓട്ടമായിരുന്നു ആളുകൾ ഓടുന്നത്. എന്തിനു വേണ്ടിയാ? നമ്മളുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്തുള്ള പവർ കട്ടിനെ അതിജീവിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ 2016 വികസന മാറ്റം വേണം, ഇരുട്ടിൽ തുടരാൻ വയ്യ എന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ 2016 ആയപ്പോഴത്തേക്കും അവരുടെ ജനവിധി എഴുതിയത് പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അന്ന് 5 വർഷം ഇടതുപക്ഷം ഭരിച്ചു. വീണ്ടും 5 വർഷം ഇടതുപക്ഷം തന്നെ ഭരിക്കുന്നു. പിന്നീട് ചെറിയൊരു കുന്തളിപ്പ് നമ്മുടെ ആളുകൾക്കെല്ലാം കിട്ടിയപ്പോൾ എല്ലിനിട കയറി. മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണല്ലോ, കുറേയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെയൊക്കെ എല്ലിനിട കയറും. അങ്ങനെ എല്ലിനിട കയറിയപ്പോൾ വേറൊരാൾ വരട്ടെ, ഇതിലും കൂടുതൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അത് ഈ എല്ലിനിട കയറിയ ആളുകൾ മാത്രം വിചാരിച്ചതുകൊണ്ട് നടന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. നമുക്കറിയാം, EVM തട്ടിപ്പിൽ കൂടിയും കുറേയൊക്കെ PR വർക്ക് ചെയ്തും കുറേ ഉടായ്പകൾ ചെയ്തും നുണപ്രചരണങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുമൊക്കെയാണ് ഇവന്മാർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് അർഹതപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. അർഹതയില്ലാത്ത ആളുകൾക്ക് കിട്ടിയാലോ അവരും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. എന്താ യൂട്ടിലൈസ് ചെയ്യുക? രണ്ടിലും വ്യത്യാസം എന്താ? അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കും.
അർഹതയില്ലാത്ത ആളുകൾക്ക് കിട്ടിയാൽ സ്വന്തം കീശ വീർപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. ഏകദേശം ഈ പൂക്കികൾ ഇന്ന് ചെയ്യുന്നത് പോലെ. അപ്പോൾ അന്ന് പവർ കട്ട് ഇല്ലാത്ത ഒരു സമയത്തിനെ കളിയാക്കിക്കൊണ്ട് പവർ കട്ട് ഒരു 2 ദിവസം വന്നപ്പോഴത്തേക്കും 10 വർഷം ചെയ്ത എല്ലാ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൃതി കളിച്ച വൃത്തികെട്ട കളി. അതേ സ്മൃതി ഇന്ന് VD സതീശൻ്റെ പൂക്കിത്തരത്തിനെതിരെ സംസാരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഭരണപക്ഷമെന്നും എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയും ടീംസും ചെയ്യുന്ന തോന്നിവാസങ്ങളെന്നും നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആവുകയാണ്. ബാക്കി ഒന്ന് കേട്ട് നോക്കാം. കഴിഞ്ഞ് ആളുകളൊക്കെ തന്നെ ചായക്കടയിൽ വന്ന് ചായയും ചെറിയ കടയൊക്കെ കഴിച്ച് നാട്ടുവർത്തനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് ചിലപ്പോൾ കറണ്ട് പോകുന്നത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് പുതിയ കടവിൽ ഒരു ചായക്കടയിലാണ്. ഇവിടെ എത്തിയപ്പോൾ കറണ്ട് ഇല്ല. രാത്രി 7:30-ക്കാണ് കറണ്ട് പോയിരിക്കുന്നത്. അകത്ത് നോക്കിയപ്പോൾ ചേട്ടന്മാര് ഈ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റിലാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എത്ര മണിക്ക് കറണ്ട് പോയാൽ ഇതിലും പോയായിരുന്നോ? എത്ര മണിക്ക് കട കൂട്ടുന്നത്? ഈ സമയത്ത് നല്ല കച്ചവടമുള്ള സമയമല്ലേ? ഉള്ള സമയമാണ്. പക്ഷെ ഇങ്ങനെ ആവുന്നില്ല ചെയ്യാ. വെള്ളമില്ല, മഴ ഇല്ലാത്ത കാരണമാണല്ലോ ഇതെല്ലാം ഉണ്ടാകുന്നത്. ഡാമിലൊന്നും വെള്ളമില്ല. അതിലൊന്നും വെള്ളമില്ല. അപ്പൊ പിന്നെ നമ്മള് അതിന് സഹിക്കാതെല്ലാം വേറെ നോക്കി ആധുനിക സംവിധാനങ്ങൾ കണ്ടെത്തണ്ടേ? അതല്ല ചേട്ടൻ കടയിൽ പകരം സംവിധാനം കാണുന്നുണ്ട്. കാരണം ഇന്നോ നാളെ തീരുന്ന പ്രശ്നമല്ല ഇത്. ഇത് കാരണം ബാറ്ററി ഒന്ന് വാങ്ങിയിട്ട് തൽക്കാലം എന്ത് ചെയ്യണം? അതിന് പൈസയും വേണമല്ലോ, സാമ്പത്തികം വേണമല്ലോ. തീരദേശ മേഖലയാണല്ലോ. സാധാരണ ഈ സമയത്ത് കുറെ ആളുകൾ ഉണ്ടാകുന്നത്. വൈകുന്നേരമോ രാത്രിയൊക്കെയാണ് ആളുണ്ടാവുക. കടലിൽ പോയി വരുന്നവരല്ലേ. പാവം മനുഷ്യൻ. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? അതായത് ഇനിയിപ്പം നമ്മളിത് സഹിച്ചല്ലേ പറ്റുള്ളൂ, ഡാമുകളിലൊന്നും വെള്ളമില്ലല്ലോ, അതല്ലേ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഉള്ളത്. എന്തൊരവസ്ഥയാണല്ലേ. ഡാമുകളിൽ വെള്ളമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഈ ഒരു പരിപാടി ഇവർ ചെയ്യുന്നത്. വേണ്ട രീതിയിൽ കാര്യങ്ങളെ വിനിയോഗിക്കാനും വേണ്ട രീതിയിൽ നോക്കിയും കണ്ടും നടത്താനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. കഴിവ് കെട്ടവന്മാർ തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എല്ലാ ആളുകളും ഇന്ന് ദുരിതത്തിൽ അനുഭവിക്കുകയാണ്. മഴയില്ല എന്ന് പറയുമ്പോൾ ചൂടിൻ്റെ ഒരു കാഠിന്യവും നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ രാവിലെ അത്ര ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ സഖാവൊക്കെ ഇരിക്കുന്ന സമയത്തുണ്ടായിരുന്ന അത്രയും ചൂടില്ല എന്ന് വേണമെങ്കിലും പറയാം. അത്രയും ചൂടുണ്ടായിരുന്ന സമയം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലും ഇവർക്ക് വേണമെങ്കിലും ഇടതുപക്ഷത്തിന് വേണമെങ്കിലും ഈ മഴയുടെ ലഭ്യത കുറവാണ്, ഡാമിൽ വെള്ളമില്ല, ഇത്ര ഹെക്ടറിൽ താഴെയാണ് വെള്ളമുള്ളത്, ഇത്ര ലിറ്ററിൽ താഴെയാണ് വെള്ളമുള്ളത്, അതുകൊണ്ട് പവർ കട്ട് വേണമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പറയാതെ എടുക്കാവുന്നിടത്ത് നിന്നെല്ലാം വൈദ്യുതി വാങ്ങുകയും ഈ കേരളത്തിലെ ജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ നല്ല രീതിയിൽ ഒരു കുഞ്ഞിനെ നോക്കും പോലെ നോക്കിയിട്ടുണ്ടായിരുന്ന ഗവൺമെൻറ്റായിരുന്നു ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള മനുഷ്യത്വം എന്താണെന്ന് അറിയാവുന്ന, മനുഷ്യൻ എന്താണെന്ന് അറിയാവുന്ന, മാനുഷിക പരിഗണനകൾക്ക് മൂല്യം നൽകുന്ന, മനുഷ്യനെ അടുത്തറിയാവുന്ന ആളുകൾ വിളിച്ചിരുന്നൊരു പേരുണ്ട് ഇടതുപക്ഷത്തിനെ, ഹൃദയപക്ഷമെന്ന്. ആ ഹൃദയപക്ഷം തന്നെയായിരുന്നു ശരിയെന്നുള്ളത് ഇവിടെയും എല്ലാവർക്കും മനസ്സിലാവണം. സ്മൃതിക്കും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മണിയാശാൻ ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്, കണ്ടുപോകാം. ഈ UDF അധികാരത്തിൽ കയറിയപ്പോ പറഞ്ഞത് പിണറായി സർക്കാരിന്റെ ഇരുണ്ട കാലം കഴിഞ്ഞു, ഇനി തെളിവുള്ള കാലമാണ്. അതെ 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 പിണറായി സഖാവിന്റെ ഇരുണ്ട കാലം കഴിഞ്ഞു. സതീശന്റെ ഇപ്പൊ എന്നാ തെളിവുള്ള കാലം വന്നു. ഇത് കേരള ഇരുട്ടിലേക്കാ, സമ്പൂർണ്ണ ഇരുട്ടിലേക്ക്. ഓക്കെ, ഇപ്പൊ എങ്ങനെ ഇതിനെ മറികടക്കും? എങ്ങനെ ഇനിയോട്ട് കിടക്കണൊക്കെ പുതിയ കരാറുണ്ടാക്കി വൈദ്യുതി മേടിക്കേണ്ടി വരും വെളിയിൽ നിന്ന്. ഇവിടെ മുമ്പ് മുതലേ ആവശ്യത്തിന് വൈദ്യുതി ഉൽപാദനം ഇല്ല. ഇടുക്കി പദ്ധതി ഇതെല്ലാം ഉണ്ടെങ്കിലും ഇല്ല. നമുക്ക് ആവശ്യമുള്ളതിന് 40% ഉള്ളൂ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ. ബാക്കി 60% നമ്മൾ വിവിധ കരാർ വഴി വാങ്ങിയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത്. ഇന്നലെ മന്ത്രി പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും സ്വയം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. അത് അയാള് ചുമ്മാ വേടക്കേട് പറയുന്നത്, അയാൾ കാര്യം പഠിക്കാതെ പറയുന്നത്. അതാണോ പറയണ്ടേ? ഈ പ്രശ്നത്തെ പരിഹാരം കാണുന്നതിന് വേറെ താപനിലയത്തിൽ നിന്നെല്ലാം വൈദ്യുതി കിട്ടും, സംവിധാനങ്ങളുണ്ട്. അവരുമായി കരാറുണ്ടാക്കി പുതിയ വൈദ്യുതി വാങ്ങിച്ചാൽ പോരെ. അത് ഗവൺമെന്റിന് വ്യക്തമായ നയം വേണം. മന്ത്രിക്കും ഇല്ല, പിന്നെ ഗവൺമെന്റിനും ഇല്ല, സതീശനും ഇല്ല. പിന്നെ എന്തായാലും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം.എം.മണിയുടെ പ്രതികരണമാണ് കേട്ടത്. കണ്ടില്ലേ, പറയേണ്ടത് ഏതവൻ്റെയും മുഖത്ത് നോക്കി പറയാനുള്ള ആർജവും ധൈര്യവുമുള്ളൊരു മനുഷ്യനാണ് എം.എം. മണി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതായത് ഇവിടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, എന്നാൽ അതിനെ വിനിയോഗിക്കാനുള്ളൊരു കഴിവ് കൂടി വേണം. പ്രായോഗിക ബുദ്ധി എന്ന് പറയും അതിനെ. ആ ഒരു സാധനം സതീശനുമില്ല, സതീശനൊപ്പം ഇരിക്കുന്ന ആളുകൾക്കുമില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഈ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെ വൈദ്യുതി ഉപഭോഗം കൂടുതലായതുകൊണ്ട് വൈദ്യുതിയുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് പവർ കട്ട് വെക്കേണ്ടി വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് മേടിക്കാനുള്ളൊരു കഴിവ് വേണം. ജനങ്ങളിൽ നിന്ന് എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും വൈദ്യുതിയുടെ ബില്ലിൽ നിന്ന് നിങ്ങൾ കുറേ പൈസ മേടിക്കുന്നുണ്ടല്ലോ. എല്ലാം ജനങ്ങളുടെ അവകാശങ്ങളാണ്, അല്ലേ? നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് നിങ്ങൾ ഈ വൈദ്യുതി എന്ന് പറയുന്ന സാധനം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഔദാര്യമല്ല.
അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു ഔദാര്യമല്ല, നിങ്ങളുടെ കടമയാണ്. ആ ജനങ്ങളെ ദുരിതത്തിലാക്കാതിരിക്കുക എന്നുള്ളൊരു കടമ. അത് ചെയ്യാൻ കഴിവില്ലെങ്കിൽ ഈ പണി കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോകണം മിനിസ്റ്റർമാരെ, അല്ലാതെ ഒന്നും പറയാനില്ല. ഇപ്പം നമ്മളെല്ലാവരും അടക്കമുള്ള ആളുകൾ, ഞാനും നിങ്ങളും എല്ലാവരും, ഇതിപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെ വീടുകളിൽ ഇരുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. കഴിഞ്ഞ ദിവസം എനിക്ക് അടുത്തറിയാവുന്ന ഒരുപാട് ആളുകൾ പിണറായി വിജയൻ തന്നെയായിരുന്നു ശരിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുകയും ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. ഈവൻ എൻ്റെ ചേട്ടൻ പോലും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. പിണറായി വിജയനെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ പിണറായി വിജയൻ തന്നെയായിരുന്നു ശരി, സഖാവ് നിങ്ങളായിരുന്നു ശരിയെന്ന് പല ആളുകളും പറയുന്നതിനോടൊപ്പം അവരും പറഞ്ഞു തുടങ്ങി അദ്ദേഹം തന്നെയായിരുന്നു ശരിയെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല, അല്ലേ? MM മണിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, പക്ഷേ സ്വിച്ച് ഇട്ടാൽ മാത്രമല്ല ലൈറ്റ് കത്തുന്നത്. അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യണം, പല ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ആ മനുഷ്യനുണ്ടായിരുന്നു. എല്ലാവരും കൂടി കളിയാക്കി അങ്ങ് അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രത്തിനെയും അദ്ദേഹത്തിൻ്റെ ആ രൂപത്തിനെയും അദ്ദേഹത്തിൻ്റെ നിറത്തിനെയും ജാതിയെയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനെയും എല്ലാം വലിയ രീതിയിൽ കളിയാക്കിയതല്ലേ? ഇന്ന് വലിയ വിദ്യാഭ്യാസമുള്ള സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ഇന്ന് നമ്മുടെ അധികാരവർഗത്തിൽ വന്നിരിപ്പുണ്ട്. അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഈ വിവരമില്ലാത്ത, ഈ വിദ്യാഭ്യാസമില്ലാത്ത കാട്ടിൽ കിടന്നവന് ചെയ്യാൻ സാധിച്ചതിൻ്റെ പാതി പോലും ഇന്ന് അധികാരത്തിലിരിക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതാരുടെ കഴിവുകേടാണ്? പിണറായി വിജയൻ്റെ കഴിവുകേടാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പലരുടെയും സംസാരം കേട്ടാത്തൊന്നും പിണറായി വിജയൻ ഇവിടുന്ന് കുറേയൊക്കെ കടം മേടിച്ചുകൊണ്ട് പോയതുകൊണ്ട് നമുക്കിപ്പോൾ അത് തിരിച്ചു കിട്ടുന്നില്ല, അതുകൊണ്ടാണ് വൈദ്യുതി മുടക്കം വരുന്നതെന്നൊക്കെയാണ്. എടാ മക്കളെ, ഈ ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളെ, അടിമകളെ ആദ്യം വല്ലതൊക്കെ ചെയ്ത് കാണിക്കടാ, എന്നിട്ട് കിടന്ന് മെഴുകുക. എന്നാൽ ഇത്തിരിയെങ്കിലും ഒരു വിലയുണ്ടാകും. അല്ലെങ്കിൽ വെറും പട്ടി കിടന്ന് മോങ്ങുന്നതിന് തുല്യമാണ്. ഇതൊരു അവസ്ഥയാണല്ലേ, ഇരുട്ടത്തിരിക്കുക ചൂടത്തിരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ. സഹിച്ചല്ലേ പറ്റുമല്ലേ?